അല്ല സുഹേൽ ഭായ്, നിങ്ങൾ മലപ്പുറത്താന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ പ്രോപ്പർ എവിടെ നിങ്ങൾ പ്ലേസ്? നമ്മുടെ തിരുവങ്ങാടി മണ്ഡലം, തിരുവങ്ങാടി നിയോജക മണ്ഡലം. പിന്നെ ഈ ഞങ്ങളുടെ പഞ്ചായത്ത് തെന്നല പഞ്ചായത്താണ്. തെന്നല പഞ്ചായത്ത്, തിരുവങ്ങാടി മുനിസിപ്പാലിറ്റി തീരുന്നത് തെന്നല പഞ്ചായത്ത് തുടങ്ങുന്ന സ്ഥലമാണ് വെന്നിയൂർ എന്ന് പറയും, നാഷണൽ ഹൈവേയിൽ. അതിപ്പോൾ ഞാൻ തെന്നല പഞ്ചായത്തിലുള്ളത്. പിന്നെ ഞങ്ങളുടെ ഗ്രാമം, പിന്നെ കുറച്ച് പിന്നെ മുനിസിപ്പാലിറ്റിയും കുറച്ച് തെന്നല പഞ്ചായത്തും കൂടിയാണ്. നിങ്ങൾ മലപ്പുറം അല്ലേ? ഞാൻ പ്രോപ്പർ മലപ്പുറം. മലപ്പുറം ടൗണിൽ തന്നെ. ടൗണിൽ നിന്ന് കുറച്ചൊരു 3 കിലോമീറ്റർ മഞ്ചേരി റോട്ട് പോന്നു കഴിഞ്ഞാൽ മുണ്ടുവരം പറഞ്ഞത് ഗവൺമെന്റ് കോളേജ് സ്റ്റോപ്പ്. അതെ, കളക്ടറേറ്റ് ആയിരുന്നു, ഇപ്പോൾ കോളേജായി. പിന്നെ നമ്മളിപ്പോൾ റമദാനൊക്കെ വരികയാണല്ലോ. നമ്മൾ അതിൻ്റെ ഒരു പഴയ കാല റമദാൻ, നാട്ടിലൊക്കെ പഴയകാല റമദാൻ നോമ്പൊക്കെ ഉണ്ടാവില്ല നമുക്ക്. അതെങ്ങനെ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ഓർമ്മപ്പെടുത്താം? റമദാൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇഷ്ടമുള്ള ശരിക്കും അല്ലേ. അതിങ്ങനെ സംസാരിച്ചിരിക്കാൻ രസമാണ്. പിന്നെ റമദാന് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ പ്രവാസികളാകുമ്പോൾ നമ്മളെ റമദാൻ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലമായിരിക്കും നമുക്ക്. കാരണം നമ്മൾ ഏകദേശം 10-25 വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഗൾഫിക്ക് പറിച്ചു നട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞാനൊരു രസമുള്ളൊരു ഓരോ ഓർമ്മ പറയാം. ഞാൻ പല ആളോട് സംസാരിച്ചപ്പോൾ ഒക്കെ സംസാരിക്കുന്ന ഒരു ഓർമ്മ ഉണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങളുടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതലും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ മലപ്പുറം ജില്ല ഇപ്പോൾ നമുക്കറിയാലോ, കൂടുതലും പിന്നെ മുസ്ലിംസ് ആയിരിക്കുമല്ലോ ആ ഭാഗത്ത്. അപ്പോൾ നമ്മളെ നാട്ടിലെ സ്കൂളുകളൊക്കെ ശ്രദ്ധിച്ചു, ഞങ്ങൾ AM LP സ്കൂള്, AM UP സ്കൂള്, എയ്ഡഡ് മാപ്പിള UP സ്കൂൾ, മാപ്പിള സ്കൂളായിരിക്കും. അപ്പോൾ മാപ്പിള സ്കൂളിൽ പ്രത്യേകത പറഞ്ഞാൽ നോമ്പിന് ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ എന്നിട്ട് മെയ് മാസത്തിലായിരിക്കും ഒരു മാസത്തെ വെക്കേഷൻ ഉണ്ടാവുക. അങ്ങനെ ഈ 2 മാസത്തെ വെക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എൻ്റെ തൊട്ടടുത്തൊരു മദ്രസ ഉണ്ടായിരുന്നു, ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസ വന്നിട്ട്. അപ്പോൾ അവിടെ പിന്നെ നോമ്പ് കാലത്ത് പിന്നെ ഹിസ്ബായിരിക്കും, മദ്രസ സിലബസ് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ മദ്രസയിൽ വരും. മദ്രസയിൽ വന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ഉസ്താദ് ഇങ്ങനെ പിന്നെ എല്ലാവരും കൊണ്ട് ഓതിപ്പിക്കും. അപ്പോൾ ഒരാളിങ്ങനെ ഒരു അയിന് വരെ ഓതും, അടുത്ത ആൾ അടുത്ത അയിന് വരെ ഓതും. അങ്ങനെ കുട്ടികളിങ്ങനെ നിരന്തരം ഓതിയിട്ട് ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഖുർആൻ പാരായണത്തിൻ്റെ ഭയങ്കര രസകരമായൊരു താളേക്കാരം. അപ്പോൾ അതിൻ്റെ കൂടെ തെറ്റിക്കുന്നുണ്ടാവും, അപ്പോൾ അടി കിട്ടും. അതിൻ്റെ കൂടെ കുട്ടികൾ അങ്ങോട്ട് കളിക്കുന്നുണ്ടാവും. കളിക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ചോദിക്കും എവിടെ എത്തിയടാ ചോദിക്കും. അപ്പോൾ മിക്കവാറും ചില ആൾക്കാർക്ക് ഇങ്ങനെ വിരൽ വെച്ച് പോകുന്ന ആൾക്കാർ കൃത്യമായിട്ട് കിട്ടും, അല്ലാത്തവർക്ക് കിട്ടൂല. അപ്പോൾ ഉസ്താദിന് അടി കിട്ടും. പിന്നെ ഓതുന്ന ആളടുത്ത് വരുന്ന തജ്വീദിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ചില ഒരു ഖുർആൻ പഠന കളരിയാണ് ശരിക്ക് റമദാൻ മാസത്തെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അത് ഭയങ്കര രസകരമായിട്ട് ഓർമ്മയാണ്. ഇപ്പോൾ പിന്നെ അക്ബറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവും? നിങ്ങളെ റമദാന് എൻ്റെ ഓർമ്മകൾ എങ്ങനെ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മൾ റമദാൻ തുടങ്ങുന്നതിന് മുന്നുള്ള ഏകദേശം ഒരു മാസമൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പെണ്ണുങ്ങളൊക്കെ എന്താണ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്ന ഒരു ഇതുണ്ട്. അതിന് നമ്മുടെ നാടൻ ഭാഷയിൽ മറ്റേ പിന്നെ നനച്ചുളി അതെന്താ വെച്ചാൽ അവര് നിസ്കാര കുപ്പായം തൊട്ട് അടുക്കള, വീട്, അന്നൊക്കെ ഫുള്ള് മരത്തിന്റെ ഡോറും, പിന്നെ അടുക്കളയിലൊക്കെ മരത്തിന്റെ മറ്റേ പടിയെന്ന് പറയും, മരത്തിന്റെ ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ വരച്ച് വൃത്തിയാക്കി, അതൊക്കെ ശരിക്കും വരക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇലയാണ്, ഒരു ഒരയുള്ള ഇല, ഒരു പാറത്തിന്റെ ഇല. അതൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുള്ള പരിപാടി. നല്ല കളർ വെക്കും ചെയ്യുക സമയത്ത്. അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോമ്പിന്റെ ഒരു ഇത് വന്നു തുടങ്ങും. നമുക്കൊരു ഇതില്ലേ, തയ്യാറെടുപ്പോടെ സ്റ്റാർട്ട് ചെയ്ത് ശുദ്ധീകരണ പ്രക്രിയ. അതെ, ആദ്യം പുറത്ത് ശുദ്ധീകരണം തുടങ്ങിയിട്ട് നനച്ചുളി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ നോമ്പ് അത്താഴമാണല്ലോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് അത്താഴക്ക് ഭയങ്കര രസമായിരിക്കും. നമ്മൾ നീക്കാനും ഭയങ്കര ഉത്സാഹമൊക്കെ ഉണ്ടാവും അത്താഴത്തിന് എണീക്കാറിന്. അന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് നേരത്തെ എണീക്കും, സ്ത്രീകൾക്ക് നേരത്തെ എണീച്ചിട്ട് 1 മണിക്ക് 2 മണി എണീച്ചിട്ട് അന്നേരം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് 2 മണിക്കൊക്കെ അത്താഴത്തിന് എന്നിട്ട് പിന്നെ ഉറങ്ങും, എന്നിട്ട് പിന്നെ എണീറ്റ് സംസ്കരിക്കുകയോ ചെയ്യാം. അപ്പൊ അന്ന് ആ അത്താഴ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് ഒരു താളിപ്പുറ സാധനം ഉണ്ടാവും, എന്നിട്ട് അവിടെ എനിക്കറിയില്ല. അതൊക്കെയാണ് മെയിൻ. അപ്പൊ അന്ന് കുട്ടികളാകുമ്പോൾ നമ്മള് ഫസ്റ്റ് ഒരാഴ്ചയൊക്കെ ഒക്കെ ആയിരിക്കും എണീക്കാനൊക്കെ. പിന്നെ ഉത്സാഹം അങ്ങനെ കുറഞ്ഞു വരും രാവിലത്തെ എണീക്കാനുള്ള അത്താഴത്തിന്റെ. പിന്നെ നോമ്പൂറ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഞാൻ നേരത്തെ പറയില്ല, മദ്രസയില് അന്ന് ഒരു തമാശ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ നിങ്ങളെ നാട്ടിലെ മലപ്പുറമാണോ, അന്ന് ഈ തിരുവങ്ങാടി പ്രസ്സില് പിന്നെ അച്ചടിക്കുന്ന ഒരു പൊന്നാനി ലിപിയുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഉസ്മാനി ലിപി അല്ല, പൊന്നാനി ലിപിയുള്ള മുസാഫ് കിട്ടാം. പിന്നെ ഞാൻ മനസ്സിലാക്കി നമ്മളൊക്കെ അന്ന് ശരിക്ക് മുസാഫ് തന്നെ പറയാം, ഖുർആൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, മുസാഫ് എന്നാ പറയാം.
അപ്പൊ അന്ന് ഇതിന് ഈ റിബൺ ഉണ്ടാവില്ല, അടയാളം വെക്കാനുള്ള റിബൺ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ ഈ പിന്നെ ഈ എന്താ പറയാ നമ്മളെ തെങ്ങോലന്റെ ഈർക്കിളി ഇങ്ങനെ പച്ച ഈർക്കിളി ഇങ്ങനെ നല്ല വടിച്ച് റെഡിയാക്കിയിട്ട് അത് ചീന്തിയിട്ട് എന്ത് ചെയ്യും, നമ്മള് സോപ്പിന്റെ നല്ല മിനുസുള്ള പേപ്പർ ഉണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുതിയ സോപ്പൊക്കെ നമ്മൾ പിടിച്ചു വെക്കും. എന്നിട്ട് അതിങ്ങനെ ത്രികോണാകൃതിയിൽ അല്ലെങ്കിൽ സ്റ്റാർ ആകൃതിയിലൊക്കെ മടക്കും. മടക്കിയിട്ട് നൂലിട്ട് കെട്ടിയിട്ട് ഇതാണ് നമ്മള് ഇന്നത്തെ പിന്നെ ഹിസ്ബ് കഴിഞ്ഞാൽ ഹിസ്ബോത്ത് കഴിഞ്ഞാല് അത് അടയാളം വെക്കും. അപ്പൊ ഉസ്താദ് അവിടെ നിന്ന് മറ്റുള്ള കൊണ്ട് ബോധിപ്പിക്കുമ്പോൾ ഇവിടുന്ന് എൻ്റെ പിന്നെ അതോ ഇൻ്റെതാണോ ഏറ്റവും നല്ല അടയാളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ കളികളൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ഖുർആന്റെ കാര്യം നടക്കുമ്പോൾ കുട്ടിത്തരങ്ങൾ ഉണ്ടാവുമല്ലോ, കുറച്ച് കുസൃതികളും വീറികളൊക്കെ ഉണ്ടാവില്ല. അത് തന്നെ വേറൊരു പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാല് എൻ്റെ വീട്ടിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. വെച്ചാല് എൻ്റെ ഒരു എളാപ്പുണ്ട്, ഞങ്ങൾ കുഞ്ഞിപ്പാന്ന് വിളിക്കാം. കുഞ്ഞിപ്പാക്ക് കുറച്ചൊക്കെ ഒരു ഈ കുട്ടികളൊക്കെ ഇസ്ലാമികമായിട്ടൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി വരണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. അപ്പോൾ റമദാനായാലും മൂപ്പര് ഓഫർ വെക്കും. എങ്ങനെയാ വെച്ചാല് ഒരു ആയത്ത് പഠിച്ചാല് ₹1 ₹2 ഒക്കെയാണ് ഒരു ആയത്ത് പഠിച്ചാല്. അപ്പൊ അതുകൊണ്ട് ഗുണം എന്താ വെച്ചാല് നമ്മൾ റമദാൻ കഴിയുമ്പോഴേക്കും മിക്കവാറും ഒരു സൂറത്ത് പഠിക്കുകയും ചെയ്യും, പെരുന്നാൾ പൈസ അവിടെ റെഡിയായി. ഞാൻ ഈ സൂറത്ത് തഹരീമ് ആദ്യമായിട്ട് അങ്ങനെ കാണാൻ പഠിച്ചത്. അതെയോ, അതൊരു പിന്നെ എനിക്ക് റമദാനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ ഓരോ ഓർമ്മകള് അക്ബറുണ്ടാവാമല്ലേ ഇങ്ങനെയൊക്കെ. എനിക്ക് നോമ്പിന്റെ കുട്ടിക്കാലത്ത് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നോമ്പറിന്റെ സമയത്തുള്ളതാണ്. നമ്മളീ ആ സമയം അന്നാള് പത്തിരി മെയിനായിട്ട് നമ്മൾ ഉണ്ടാവുക. പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരിപ്പൊടി വാട്ടി ഉണ്ടാക്കുന്ന നൈസ് പത്തിരി. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ കുട്ടികളെ നല്ല ആ സമയത്ത് ഏകദേശം 4 ആയിരിക്കും, അത്യാവശ്യം നല്ല വിശപ്പൊക്കെയുള്ള സമയത്തായിരിക്കും. പക്ഷെ ആ വാട്ടി ആ പത്തിരി ചുടുന്ന സമയത്തുണ്ടല്ലോ കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലുണ്ടാവും നമുക്ക്. അപ്പൊ സമയം എങ്ങനെ കാത്തിരിക്കായിരിക്കും. അങ്ങനെ ചുടുമ്പോ നമുക്ക് അത് എടുത്ത് കഴിക്കാനുള്ള ആ ഒരു ഇതിന് വരും. പിന്നുള്ളത് നമ്മളെ തരിക്കഞ്ഞി നിങ്ങളുടെ ഇല്ല, തരിക്കഞ്ഞി റവ വെച്ചിട്ടുള്ള അത് ഒരു പ്രധാനമായിട്ടായിരുന്നു അല്ലേ. പക്ഷെ നമുക്കൊന്ന് ചായ പിടിച്ചാലോ എന്നിട്ട് നമുക്ക്. നിങ്ങളെ മറ്റേ നോമ്പ് തുറന്ന കഥ പറഞ്ഞപ്പോഴേ പിന്നെ എൻ്റെ ഒപ്പം ജോലി ചെയ്തത് തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ അല്ല, അവർക്ക് നോമ്പിന് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ശനി ഞായറോ വീട്ടിലുണ്ടാവും. അന്നാണ് ഞങ്ങളെ വീട്ടിൽ നല്ല കുറച്ച് ഭക്ഷണം നല്ല സുഭിക്ഷമായിട്ട് ഉണ്ടാവുക. എന്നിട്ട് എന്ന് വെച്ച് മറ്റു ദിവസങ്ങളിൽ മോശമാണെന്നല്ല, സുഭിക്ഷ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നിട്ടേ പിന്നെ എൻ്റെ വീട്ടിൽ നല്ല രസമുള്ള വേറൊരു സംഭവമുണ്ട്. ഇപ്പം ഞങ്ങളൊരു പിന്നെ പരമ്പരാഗത സുന്നി കുടുംബമാണ്. ഉപ്പാൻ്റെ കുടുംബമായാലും ഉമ്മാൻ്റെ കുടുംബമായാലൊക്കെ പരമ്പരാഗത സുന്നി. അപ്പോൾ നമുക്കെല്ലാവരും നമ്മളെ തൊട്ടടുത്തുള്ള പള്ളിയിൽ 20 റക്അത്തിന്റെ പിന്നെ തറാവീഹ് നിസ്കാരമൊക്കെ ഉണ്ടാവില്ല. അപ്പം ഞങ്ങളൊക്കെ ആണുങ്ങളെല്ലാവരും ഈ തറാവീഹ്ക്ക് പോകും. അപ്പോൾ കുട്ടിക്കാലത്ത് ചിലപ്പോൾ നമ്മൾ സുജൂദിൽ കിടന്നുറങ്ങും, പിന്നെ കുട്ടികളുടെ തമാശയൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഈ അയൽവക്കത്തുള്ള പിന്നെ ഉമ്മമാരും താത്തമാരൊക്കെ ഉണ്ടാവില്ല, അവരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ സംഗമിക്കും. പിന്നെ എൻ്റെ ഉമ്മ ഒരു സൂഫി കുടുംബത്തിലാണ്. അപ്പം ഉമ്മാനോട് അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. അപ്പം ഉമ്മാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലെ ഹാളിൽ തറാവീഹ് നിസ്കാരം ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. പൊതുവെ നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ കണ്ടുവരാത്തൊരു സാധനമാണ്. പൊതുവെ സുന്നി പിന്നെ പാരമ്പര്യത്തിലൊക്കെ അതെനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നമ്മൾ റമദാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ അയൽവാസികൾ പിന്നെ നമ്മളെ താത്തമാർ പിന്നെ വല്യമ്മമാരെല്ലാവരും കൂടെ നമ്മളെ വീട്ടിൽ വരുന്നു, അവർ തറാവിയായിട്ട് നിസ്കരിക്കുന്നു. അതെനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അങ്ങനെ നമ്മൾ അപ്പോൾ അതൊരു നല്ല ഓർമ്മയാണ്. അതിനുശേഷം നമ്മൾ നോമ്പ് നമ്മളോടിപ്പോൾ ചോദിക്കുകയാണ് പഴയകാല നോമ്പ് ഓർമ്മ എന്താണ്, അത് നമ്മളെ ജീവിതത്തെ എങ്ങനെയൊക്കെ പിന്നെ നമുക്ക് എത്ര കണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ വയലുകളാണ് അല്ലേ. തറാവീഹ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കഞ്ഞി കുടിക്കും. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറക്കാം അല്ലേ, ജീരകഞ്ഞി. ചില ആളുകൾക്ക് പിന്നെ സാധാ പിന്നെ കുറിയരി കഞ്ഞി അത് കുടിച്ചിട്ട് പിന്നെ ഇറക്കാണ്. എന്തിനാണ് ഇറങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിലെ ഒട്ടുമിക്ക മദ്രസകളിലും വയലുണ്ടാവും, മതപ്രഭാഷണ പരമ്പര. അതാണ് വയൽ എന്ന് പറയും അല്ലേ, ഞങ്ങളുടെ പുഴയിലുണ്ടാവുക. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഓരോ കിലോമീറ്റർ ഇടവിട്ടും മദ്രസകളുണ്ടാവും. ഈ മദ്രസകളിലൊക്കെ ഇതുണ്ടാവും, വയലുണ്ടാവും. അപ്പൊ ആദ്യത്തെ 4 ദിവസം ഈ മദ്രസയിലായിരിക്കും, അടുത്ത 6 ദിവസം മറ്റേ മദ്രസയിലായിരിക്കും, അടുത്ത 5 ദിവസം. ശരിക്കും പറഞ്ഞാൽ റമദാൻ ഏകദേശം 27,000 ആവോളം വയൽ തന്നെയാണ്. ഈ വയലുകളിൽ പ്രതിപാദിക്കപ്പെടാത്ത ഒരു സബ്ജക്റ്റും ഇല്ല. ചില സ്ഥലത്തൊക്കെ
ബദർ കിസപ്പാട്ടേകരം. അപ്പൊ അങ്ങനെ പിന്നെ ബദർ കിസപ്പാട്ടിന്റെ ആ മൂലേരുണ്ടല്ലോ, മൂലേര് ഇങ്ങനെ പറയുന്ന താളം, പിന്നെ അതിന് മറ്റാള് ദഫിന്റെ ഒരു അകമ്പടി, പിന്നെ ചാടി വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അതിൽ പ്രതിപാദിക്കപ്പെടാത്ത ഒരു വിഷയം കേട്ടോ. കുടുംബം, സംസ്കാരം, ചരിത്രം, പിന്നെ ഖുർആന്, ഹദീസ്, കുടുംബ വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, ഇങ്ങനെ ഇസ്ലാമികപരമായിട്ടുള്ള പിന്നെ എല്ലാ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളെ ഓരോ മൂല്യന്മാരും ഓരോന്നിലും സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, മനസ്സിലായോ? അപ്പൊ അവരതിങ്ങനെ പിന്നെ 2-3 മണിക്കൂർ ഇങ്ങനെ സുദീർഘമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ എന്തുണ്ടാവും? ലേലംവിളി ഉണ്ടാവും. അതിന് എന്തൊക്കെ വിഷയങ്ങൾ പ്രതിപാദിക്കണം പറഞ്ഞ പോലെ പറയാം. എന്ത് സാധനം ലേലം വിളിക്കാതെ എല്ലാ സാധനം ലേലം വിളിക്കും. സത്യത്തില് നമ്മുടെ നാട്ടിലുള്ള ഈ മദ്രസകള് തന്നെ നമ്മളുടെ ഈ കൾച്ചർ നിലനിന്നിരുന്നത് ഇത്ര ലേലം വിളികളിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന വരുമാനങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വർഷത്തേക്കുള്ള മദ്രസന്റെ വരുമാനമൊക്കെ അങ്ങനെ കണ്ടെത്തും. അതിൽ കോഴിമുട്ട ഉണ്ടാവും, കാരക്ക ഉണ്ടാവും, കോഴി ഉണ്ടാവും, അല്ലേ? അപ്പോ പിന്നെ കുറെ പ്രസംഗം നമ്മൾ കേൾക്കും, കുറെ പ്രസംഗം നമ്മൾ അങ്ങനെ കടന്നുറങ്ങി പോകും. ബദർ കിസ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മൾ ഈ നോമ്പ് 16 ബദരീങ്ങളെ നമ്മളെല്ലാരും പത്തിരി ഉണ്ടാക്കിയിട്ട് മദ്രസ കൊണ്ടുപോകും. എന്നിട്ട് അതന്നെ ആ പത്തിരി പിച്ചിട്ടിട്ട് കറി വെച്ചിട്ട് നമ്മള് തിരിച്ചുകൊണ്ടിരുന്ന. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു നന്മ എന്ന് പറയാൻ എന്താണെന്ന് അറിയോ? ഈ നമ്മൾ ഈ ലേലം വിളിയെ കുറിച്ച് പറഞ്ഞില്ലേ, എല്ലാ സാധനവും ലേലം വിളിക്കല്ലോ. ഈ ലേലം വിളിയിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം ഉണ്ടല്ലോ, പിന്നെ ഈ വരുമാനമാണ് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഈ മദ്രസ പ്രസ്ഥാനങ്ങള് ഇത്തരം പിന്നെ മതപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഒരു വർഷത്തേക്കുള്ള പൈസ തന്നെ അവർ കണ്ടെത്തുന്നത് ഈ ലേലത്തിലൂടെയാണ്. എല്ലാ സാധനവും മാത്രമല്ല, ഇത് വേറെ തമാശ എന്താ വെച്ചാൽ, തമാശ വേറെ നന്മ നമ്മൾ പറയണത്. കാരണം വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലുള്ള ഈ എല്ലാ വീട്ടുകാരാണ് ഈ ലേലത്തിലുള്ള സാധനം കൊണ്ടേ കൊടുക്കില്ല, അല്ലേ? എന്നിട്ട് ആ പ്രസംഗത്തിന്റെ ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ അത് ലേലം വിളിച്ചെടുത്തിട്ട് മദ്രസിനും ഒക്കെ വരുമാനമാക്കി എടുക്കുന്ന വളരെ രസമുള്ള ഓർമ്മ. നേരത്തെ ബദരീങ്ങളെ ചരിത്രമല്ല, ഭയങ്കര ഓർമ്മ വന്നത് നമ്മൾ ഈ റമദാൻ 16 അല്ലേ, 17 നമ്മള് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് വൈകുന്നേരം മദ്രസ കൊണ്ടുപോയിട്ട് ആ പത്തിരി അദ്ദേഹം കൊണ്ടുവരും. എന്നിട്ട് ആ പത്തിരിനെ പിച്ച് കിട്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവിടെ കറി ഉണ്ടാക്കും, അവിടെ അതിൽക്ക് ഒഴിച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് അത് കഴിക്കുന്നതിൽ ഒരു സന്തോഷം, ഒരു ബർക്കത്തൊക്കെ ആളുകൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഞാൻ പറയണെന്താ അറിയോ, ഞാൻ പറയില്ല, അങ്ങനെ നമ്മളെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത വെച്ചാല് ഇതൊക്കെ ആളുകൾ വെച്ചാൽ നമ്മൾ തന്നെ നമ്മളത് ചെയ്തിരുന്നത് നമുക്കറിയാം. ഈ ചെയ്യുന്നതിലൊക്കെ പിന്നെ ഒരു പടച്ചോനോടുള്ള ഒരു വല്ലാത്ത ഒരു ബന്ധമുണ്ട്. പിന്നെ നമുക്കിതൊക്കെ പഠിപ്പിച്ചു തന്ന, നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് മുത്തുനബി എന്നാ പറയാ നമ്മളെ നാട്ടിൽ, മുത്ത് റസൂല്, മുത്തുനബി. പിന്നെ ആ മുത്തുനബിനോടുള്ള ഒരു മൊഹബത്ത് ഉണ്ടല്ലോ, ഒരു ഇഷ്ടം. ഇത് അത് തന്നെ പിന്നെ ദീനിനോടുള്ള നമ്മൾ ദീൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ രക്തത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ശ്വാസത്തിലൊക്കെ ഉണ്ട്. അപ്പൊ റമദാനോട് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, അന്ന് നെച്ചുളി പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളെ ശരീര ശുദ്ധിയാണതിനെ ഒരുക്കുള്ളത്. അപ്പൊ എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ വീടിൻ്റെ എല്ലാം ഒക്കെ ശുദ്ധി നിർവഹിച്ച് ശുദ്ധി കലശം നടത്തി വൃത്തിയാക്കി നമ്മളും അതിനോട് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. പിന്നെ അതിൽ കൂടെ നമ്മൾ ഖുർആനും പിന്നെ മറ്റു കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ പിന്നെ എല്ലാ വിഷയങ്ങളും മതപ്രഭാഷണത്തിലൂടെ കേൾക്കുന്നു. പിന്നെ നമ്മുടെ ആ നാട്ടിലുള്ള സംവിധാനത്തിന് വേണ്ടിയുള്ള പിന്നെ ഫണ്ട് കളക്ഷൻ, ഇന്നത്തെ ഭാഷ പറഞ്ഞാല് അന്ന് പൈസ വിരിച്ചുണ്ടാക്കിയ സംവിധാനം എല്ലാം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, അതിങ്ങനെ നമ്മൾ ഏറ്റെടുത്തിരുന്നു അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് അയവർക്കിനോട് പറയണേ, ഇപ്പോഴത്തെ കാലത്തിൻ്റെതായ ഒരു ശൈലിയിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനുകൾ ചെയ്യുന്നുണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊരു ഓർമ്മയാണ്. നോമ്പ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് നോമ്പ് ഇങ്ങനെ വരാന്ന് ആലോചിക്കുന്ന ഇഷ്ടമാണ് ശരി, അല്ലേ? നമുക്ക് ഒരിക്കലും തോന്നുന്നില്ലല്ലോ പകൽ മുഴുവൻ വിശന്നിരിക്കേണ്ടി വരും എന്നുള്ള ഒരു മുഷിപ്പ് ഒരിക്കലും നോമ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, അല്ലേ? നോമ്പ് വരുന്ന ഒരു ഇഷ്ടമാണ്, എന്തോ ഒരു